JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ന്യൂഡൽഹി ആണ് അല്ലേ. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണേ. പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? സെയിൽ ടാക്സ് ഓഫീസർ ആണ് അല്ലേ. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ് സെയിൽ ടാക്സ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി എത്രയാണ്? എത്ര വർഷമാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി? 5 വർഷമാണ് അല്ലേ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി 5 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട പരമാവധി അകലം എത്രയാണ്? എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. റോഡിൽ കൂടെയൊക്കെ പലപ്പോഴും നമ്മൾ പോകുന്ന അവസരത്തിൽ വാഹനങ്ങളൊക്കെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട പരമാവധി അകലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 5 മീറ്റർ ആണല്ലേ. 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്? നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? പർച്ചേസ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് അല്ലേ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് പർച്ചേസ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്? ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, സാധാരണ PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് അല്ലേ. ഏതാണ്? പച്ചയാണ് അല്ലേ. പച്ച റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 4 ആണല്ലേ. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം എത്രയാണ്? 4. അടുത്ത ക്വസ്റ്റ്യൻ. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ലോഗ് ബുക്ക് ആണ് അല്ലേ. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണമാണ് ലോഗ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സുരക്ഷിത അകലം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ്. അതാണ് ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? സുരക്ഷിത അകലം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. 4 വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിച്ച പരമാവധി വേഗത. 4 വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിച്ച പരമാവധി വേഗത എത്ര km/h ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 90 km/h. അടുത്ത ക്വസ്റ്റ്യൻ. ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്ത്? ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്ത്?
പലരും ഹെവി മോട്ടോർ വാഹനം എന്ന കേട്ടിട്ടുണ്ടാവും, പക്ഷേ അത് എന്താണ് എന്നറിയത്തില്ല അല്ലേ. ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്താണ്? GVW greater than 12,000 kg. GVW greater than 12,000 kg. അടുത്ത ക്വസ്റ്റ്യൻ, IRDA എന്താണ്? IRDA എന്താണ്? IRDAയുടെ ഫുൾ ഫോം അറിയാത്ത ചുരുക്കം ചില കുട്ടികൾ പോലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ IRDA കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. IRDA എന്താണ്? എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗം. ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ECU ആണ്. ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗമാണ് ECU. അടുത്ത ക്വസ്റ്റ്യൻ, എയർ ബില്ലോ ഏത് വാഹന സിസ്റ്റത്തിന്റെ ഭാഗമാണ്? എയർ ബില്ലോ ഏത് വാഹന സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സസ്പെൻഷൻ. സസ്പെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് ഗിയർ ബോക്സിൽ? ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് ഗിയർ ബോക്സിൽ? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കോൺസ്റ്റാമേഷ് ഗിയർ ബോക്സ് ആണല്ലേ. കോൺസ്റ്റാമേഷ് ഗിയർ ബോക്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം. ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ, 1 മീറ്റർ ആണ് അല്ലെ. ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, MB ആക്ട് സെക്ഷൻ 113 എന്തുമായി ബന്ധപ്പെട്ടതാകുന്നു? MB ആക്ട് സെക്ഷൻ 113 എന്തുമായി ബന്ധപ്പെട്ടതാകുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, അമിതഭാരം. MB ആക്ട് സെക്ഷൻ 113 അമിതഭാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യുക. വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ്. റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് ഏതാണ്? ഫുൾ കവർ ആണോ, തേർഡ് പാർട്ടി ആണോ, ലൈഫ് ഇൻഷുറൻസ് ആണോ? ഇവയൊന്നുമല്ല. ഏതാണ്? തേർഡ് പാർട്ടി ആണല്ലേ, തേർഡ് പാർട്ടി. റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ജംഗ്ഷനിൽ ഏത് വാഹനങ്ങൾക്കാണ് മുൻഗണന? ജംഗ്ഷനിൽ ഏത് വാഹനങ്ങൾക്കാണ് മുൻഗണന? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വലത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. ജംഗ്ഷനിൽ വലത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന വാഹനം. ഭിന്നശേഷി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന വാഹനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇൻവാലിഡ് കാരിയേജ് ആണ് അല്ലെ, ഇൻവാലിഡ് കാരിയേജ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തില് എത്ര ആളുകൾ യാത്ര ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന രേഖ. വാഹനത്തില് എത്ര ആളുകൾക്ക് യാത്ര ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന രേഖ ഏതാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ.
വാഹനത്തിൽ എത്ര ആളുകൾക്ക് യാത്ര ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന രേഖ ഏതാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.